Hi dears, so this is nothing but AC through RL circuit. We have already discussed about RC circuit, so this will be very easy for you. So V is equal to Vm sin omega t. A sinusoidal signal is applied to an RL circuit. Okay, since this is in series, the current will be same here. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ഭാഗത്തും എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. വി ആറിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആയിരിക്കും. വി എല്ലിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു എക്സ് എൽ ആയിരിക്കും. ഓക്കെ, വേറെ എക്സ് എൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ. ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കറണ്ട് രണ്ടും ഐ തന്നെയാണ്. ഞാനിത് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഇത് ഐ ആർ എന്നും ഇത് ഐ എൽ എന്നും വെറുതെ മാർക്ക് ചെയ്യുവാണ്. ഫേസർ ഡയഗ്രാം വരുമ്പോൾ വി ആറിന് റെസ്പെക്റ്റീവായിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. വി ആർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഐ ആറും എങ്ങോട്ട് തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അത് ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, സെയിം ഫേസ് ആണ് ഇവർ. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. വി എം സൈൻ ഒമേഗ ടി, ഐ എം സൈൻ ഒമേഗ ടി, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇനി ഇൻഡക്റ്റൻസിൻ്റെ കേസാണെങ്കിൽ വി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കറൻറ്റ് ലാഗ് ചെയ്യുവാണ് ചെയ്യുന്നത് 90 ഡിഗ്രി. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതും അവിടെ ചെന്ന് കണ്ടിട്ട് വരിക കേട്ടോ. കണ്ടില്ലെങ്കിലും ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൻഡക്റ്റൻസ് ലാഗ് ചെയ്യാണ്. ഇത് വി എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഇത് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ഞാൻ നോക്കുകയാണ്, ഞാൻ വിത്ത് റെസ്പെക്ട് ടു കറൻ്റ് ആണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദി കറണ്ട് സെയിം ഹിയർ. ഓക്കെ, ദിസ് ഇസ് എ സീരീസ് സർക്യൂട്ട് ആൻഡ് ദ കറണ്ട് സെയിം ഹിയർ. അപ്പോൾ ഈ ഫേസർ ഡയഗ്രം എനിക്ക് ക്ലബും ചെയ്യണം ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡ്രോൺ വിത്ത് റെസ്പെക്ട് ടു ദി കറണ്ട്. ഓക്കെ, ഞാനത് വിത്ത് റെസ്പെക്ട് ടു കറണ്ട് വരയ്ക്കുമ്പോൾ ഈ ഭാഗത്തേക്കാണ് എൻ്റെ കറണ്ട് ഐ ആറും ഐ എല്ലും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഐ ആർ ഇങ്ങോട്ടായതുകൊണ്ട് വി ആർ ഇങ്ങോട്ടായിരിക്കും. ഇത് വരച്ചു. ഇനി ഇതാ വരയ്ക്കേണ്ടത്. എനിക്ക് വി എൽ ആ ഈ ഭാഗത്ത് കിടക്കുന്നത്, എനിക്ക് ഐ എൽ ആ ഭാഗത്ത് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ സർക്യൂട്ടിനെ ഇങ്ങോട്ട് തിരിക്കണം. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഐ എൽ ഇങ്ങോട്ട് വരുമ്പോൾ വി എൽ മുകളിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം ഐ എൽ ഇങ്ങോട്ട് വന്നു, വി എൽ എങ്ങോട്ട് പോയി, മുകളിലേക്ക് പോയി. ഓക്കെ ആണോ? ടിൽറ്റ് ചെയ്തു. നമ്മൾ ഈ ഇങ്ങനെ ഇരുന്ന സർക്യൂട്ടിനെ ഐ എല്ലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫേസർ ഡയഗ്രാം. ഇനി ഇത് ഇങ്ങനെ ഫോം ചെയ്യുവാണെങ്കിൽ എനിക്കിതൊരു ട്രയാങ്കിളായിട്ട് കിട്ടും, റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളായിട്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആ ഇക്വേഷൻ ഫോം ചെയ്യാം. ഇതെൻ്റെ വി എൽ ആണ്, ഇതെൻ്റെ വി ആർ ആണ്, ഇത് ഫൈ ആണ്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം, വി ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആറിന് നമുക്ക് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്. എന്താണ്, ഐ ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു എക്സ് എൽ സ്ക്വയർ. ഐ സ്ക്വയറിനെ ഞാൻ പുറത്തെടുക്കുകയാണ്. ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് വരും. ഐ പുറത്ത് വന്നു. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് വന്നു. വി ബൈ ഐ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആയി. ഈ വി ബൈ ഐ എന്ന് പറയുന്നത് ആറാണെന്ന് നമുക്കറിയാം അല്ലേ. വി ബൈ ഐ എന്ന് പറയുന്നത് ആറാണ്. പക്ഷെ ഇവിടെ ആറല്ല, പകരം എന്താണ്, ഇമ്പിഡൻസ് ആണ്. കാര്യം റിയാക്റ്റൻസ് കൂടെ ഉള്ളതുകൊണ്ട് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ എനിക്കെങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു വീണ്ടും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഫോമിൽ കിട്ടിയതുകൊണ്ട് എനിക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യാം പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇത് എക്സ് എൽ ആണ്, അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടന്യൂസ് ഇത്. അപ്പോൾ ഇത് കോസ് ഫൈ, പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. അപ്പോൾ പവർ ഫാക്ടർ കോസ് ഫൈ ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ബേസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആർ ബൈ എസ്. ഞാൻ പറഞ്ഞല്ലോ കോസ് ഫൈ എല്ലാത്തിനും സെയിം തന്നെയാണ് കേട്ടോ. ഇനി എന്താണ്, ഫേസ് ആംഗിൾ ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ആർ ബൈ എസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇത് 1, ഓക്കെ, പിന്നെ ഇത് 2, ഇത് 3. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആർ എൽ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻസ്.